أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിൻ്റെ 119ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി ഓതി, കേട്ട്, കൂടെ ഓതി, നിയമങ്ങൾ കണ്ടും കേട്ടും പഠിച്ച് പരിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുന്ന വളരെ പ്രധാനപ്പെട്ട, നമ്മളൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച് എത്രമാത്രം ആലോചിച്ചിട്ടുണ്ടെന്നറിയില്ല. അങ്ങനെയുള്ളൊരു ഖത്മിൻ്റെ സദസ്സിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത്. ഒരു ഖത്മ് കഴിഞ്ഞു, മഅദിനിൽ അതിൻ്റെ സമാപനം നടന്നു. രണ്ടാമത്തെ ഖത്മ് ആരംഭിച്ചു. അതിലെ 119ാമത്തെ ക്ലാസ് ആണ് ഇത്. അപ്പോൾ എന്തുകൊണ്ടും ആയിരക്കണക്കായ ആളുകൾ കേൾക്കുന്ന, കാണുന്ന, അനുഭവിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ, അതിനെ മാത്രം മഹബ്ബത്ത് വെച്ച് ജീവിക്കുന്ന ആ ആളുകളുടെ ഒരു കൂട്ടായ്മ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. തദ്രീബ് കുടുംബത്തിലെല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റി തരട്ടെ. എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകളൊക്കെ ഖബൂലാക്കട്ടെ. ആമീൻ. നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറയാം എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം. നമ്മൾ സൂറത്തുൻ നഹ്ൽ ആണ് ഓതുന്നത്, അല്ലേ? 76 വരെയുള്ള ആയത്തുകൾ ഓതി. ഇനി 77ാമത്തെ ആയത്താണ് തുടങ്ങാനുള്ളത്. തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് وما أمر الساعة إلا كلمح البصر أو هو أقرب إن الله على كل شيء قدير والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون ألم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن في ذلك لآيات لقوم يؤمنون. ഓക്കെ, 77ാമത്തെ ആയത്തിൽ നമ്മൾ തുടങ്ങിയത് വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്. എങ്ങനെ?
വലില്ലാഹി ഗൈബുസ്സമാവാതി വൽ അർള്. ഗൈബു, ആ ഗൈനിൻ്റെ പുള്ളി കാണാതെ പോകരുതേ. വലില്ലാഹി ഐബുസ്സമാവാതി എന്ന് ഐബാവരുത്. എന്താ സംഭവം എന്നറിയോ? കാഴ്ചയിലൊരു പുള്ളിയാണ് സംഭവം ഒക്കെ, പക്ഷേ ആ പുള്ളിയുടെ ഒരു വില എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിലയാണ്. ഐബ് ഐബ് എന്ന് പറഞ്ഞ് ഐനോട് കൂടെയാണ് ഐബ് പറയുന്നതെങ്കിൽ അപമാനം, മോശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് അതിൻ്റെ മീനിങ് വരിക. അയ്യേ എന്ന് പറയുന്ന ആ സാധനം ഐബ്. ഐബിലാക്കല്ലേ പഠിച്ചവനെ, അല്ലേ? എന്നാൽ ഗൈബ് ആകുമ്പോഴോ, പുള്ളി കൊടുക്കുമ്പോൾ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം എന്ന മീനിങ്ങിലാണ് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഒക്കെ നടക്കുന്ന എല്ലാ സംഗതികളും അതിൻ്റെ അദൃശ്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യം ഒക്കെ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നാണ് ആ ഗൈബിൻ്റെ അർത്ഥം, ഐബല്ല. ഓക്കെ, അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. പുള്ളി കാഴ്ചയിൽ ചെറിയ ഒരു നുഖ്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് അർത്ഥത്തെ മാറ്റിമറിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ട് വലില്ലാഹി ഗൈബുസ്സമാവാതി വൽ അർള്. വൽ അർള് എന്ന് പറയുമ്പോൾ വല്ലർള് അല്ലേ, അങ്ങനെയായി ഹംസ പോയി ലാമിന് ഷദ്ദ് വന്ന് ഹർക്കത്ത് മാറി. സുബ്ഹാനല്ലാഹ്. ഗൈബുസ്സമാവാതി വൽ അർള് നോ വൽ അർള്. وما أمر الساعة إلا كلمح البصر. يعني وما أمر الساعة إلا كلمح البصر. وما أمر الساعة إلا كلمح البصر. وما أمر ഇവിടെ മദ്ദുണ്ട്, ശ്രദ്ധിക്കണം. وما أمر الساعة, ഈ സാഅത്ത് എന്ന പദം അവിടെ ചില ആളുകളൊക്കെ അല്ലേ, എന്താണെന്നറിയില്ല പലർക്കും കൂടുതൽ നീട്ടാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് മുമ്പ് പാടി തന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്തേ നീട്ടുന്നു എന്നാണ് പറയുന്നത്. സായത്ത് എന്ന കലിമത്തിന് സായത്ത് എന്ന് നീട്ടും. നോനോ വമാ അംറുസ്സാഅതി, മദ്ദിൻ്റെ അടയാളം നോടില്ലല്ലോ, പിന്നെന്തിനാ? അസ്ലിയായ മദ്ദേ ഉള്ളൂ. ഇല്ലാ കലംഹിൽ ബസർ ഉണ്ടോ? ഇല്ലാ കലംഹിൽ ബസർ ഔ ഹുവ അഖ്റബ്, ഔ ഹുവ അഖ്റബ്. ഓക്കെ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. والله أخرجكم من بطون أمهاتكم. ഓക്കെ, والله أخرجكم, അത് കുഴപ്പമില്ല. പിന്നെ أخرجكم من بطون, അവിടെ മീമിന് ശേഷം മീം വന്നിട്ടുണ്ട്, അതുപോലെ നൂനിന് ശേഷം ബാ വന്നിട്ടുണ്ട് അല്ലേ. മിൻ ബുതൂനി ഉമ്മഹാറ്റിക്കും لا تعلمون شيئا, لا تعلمون شيئا. اوكي, وجعل لكم السمع والأبصار والأفئدة, وجعل لكم السمع والأبصار والأفئدة. അവിടെ എന്താവും? കുറേ ആളുകൾക്ക് വല്ലബ്സാറ വല്ലഫ്ഇദ ആവും, പറ്റില്ല. ഓക്കെ, وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون, لعلكم تشكرون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഔന്നത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലം യറൗ ഇലത്തൊയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ്സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. നോക്കിയേ, ആകാശത്തൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളുണ്ട്, പറവകളുണ്ട്, ഫ്ലൈറ്റുകളുണ്ട്. ആരാണ് അത്രയും വെയിറ്റുള്ള ആ ഒരു സാധനത്തെ അല്ലേ? എന്താണ് അതിലേക്ക് വെയിറ്റും? എത്ര ആളുകളാണ് അന്തരീക്ഷത്തിലൂടെ ഫ്ലൈറ്റിൽ? ഈ ഒരു സമയം ആകാശത്ത് എത്ര ഫ്ലൈറ്റ് ഉണ്ട്? ലക്ഷക്കണക്കിനുണ്ടാവാം അല്ലേ?
അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ഖുദ്റത്താണ്. അതിനൊക്കെ അവിടെ നിർത്തുന്നത് റബ്ബാണ്. ലോകത്തെ സൃഷ്ടിച്ച, സംവിധാനിച്ച, എല്ലാം ഒരുക്കിയ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ സാധ്യമാവൂ. അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജവ്വി സ്സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. മാ യുംസികുഹുന്ന എന്നിടത്ത് ശ്രദ്ധയുള്ള നൂനിൻ്റെ ഉന്നത്ത് ഒഴിവാക്കരുത്, ശ്രദ്ധിക്കണം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. എങ്ങനെ? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ബാക്കി കുറച്ച്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ضعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون فإن تولوا فإنما عليك البلاغ المبين يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. والله جعل لكم من بيوتكم سكنا. والله جعل لكم من بيوتكم. ഇദ്ഗാമും ഇഖ്ലാബും ശ്രദ്ധിക്കണേ. وجعل لكم من جلود الأنعام بيوتا وجعل لكم من جلود الأنعام بيوتا تستخفونها يعني تستخفونها يوم ضعنكم ويوم إقامتكم. ശ്രദ്ധിക്കണം. എങ്ങനെ? يوم ضعنكم ويوم إقامتكم ട്ടോ. ومن أصوافها وأوبارها وأشعارها. ഓക്കെ. ومن أصوافها അവിടെ ومن أصوافها നസ്വാഫ് അല്ല സാധനം. നസ്വാഫ് അല്ല, അസ്വാഫാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഓതണം. ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. وأشعارها أثاثا ثا ومتاعا إلى حين. والله جعل لكم مما خلق ظلالا. اوكي. والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا. ഇവിടെ مما خلق ظلالا وجعل لكم من الجبال أكنانا. നിയമങ്ങളെ ഒന്നും പോവരുതേ. وجعل لكم سرابيل باقي سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. ഓക്കെ. كذلك يتم. ചില ആളുകൾക്ക് ആ മീമിൻ്റെ ശ്രദ്ധ മടിക്കാനൊരു മടിയാണ് അല്ലേ, അറിയാതെ പോകുന്നത് കൊണ്ടാണെന്നേ. അറിയണം എന്നാണ് നമ്മൾ പറയണത്. كذلك يتم نعمته عليكم لعلكم تسلمون. പിന്നെയോ فإن تولوا فإنما عليك البلاغ المبين. ഓക്കെ.
فإن تولوا فإنما عليك البلاغ المبين. يعرفون نعمة الله ثم ينكرونها. നോക്കൂ, يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. وأكثرهم الكافرون. ويوم نبعث من كل أمة شهيدا ثم لا يؤذن للذين كفروا ولا هم يستعتبون. وإذا رأى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون. وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون. وألقوا إلى الله يومئذ السلم وضل عنهم ما كانوا يفترون. നോക്കിയേ, എവിടുന്ന വയൗമ, നോക്കിയേ, വയൗമ നബ്അസു, ശ്രദ്ധിക്കണേ, നബ്അസു മിൻ കുല്ലി കഴിഞ്ഞ് ഉമ്മത്തിൻ ഷഹീദ. ഉമ്മത്തിൻ എന്നുള്ള ശദ്ദുള്ള മീമിനെ ഉന്നത്ത് ചെയ്ത് കഴിയുമ്പോഴേക്ക് ചില ആളുകൾക്ക് ഇഖ്ഫാ പോയി പോകും. എവിടെയുള്ള ഉമ്മത്തിൻ ഷഹീദൻ എന്നിടത്ത് ഇഖ്ഫാ ഇല്ല. ചില ആളുകൾ ഇഖ്ഫാ പരിഗണിക്കാൻ വേണ്ടിയിട്ട് മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അങ്ങനെ ഓതും. അപ്പോൾ ശദ്ദുള്ള മീമിൻ്റെ ഉന്നത്തും പോകും. എന്താ ചെയ്യുക അല്ലേ? അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. നോക്കിയാൽ നമ്മുടെ ويوم نبعث من كل أمة شهيدا ثم لا يؤذن للذين كفروا ولا هم يستعتبون. നോക്കിയേ അല്ലേ, ولا هم യുസ്തഅ്തബൂൻ. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ, യുസ്തഅ്തബൂൻ. وإذا رأى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون. وإذا رأى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون. وإذا رأى الذين أشركوا شركاءهم وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണേ, റബ്ബന ഹഉലാഇ. അവിടെ ചില ആളുകൾ റബ്ബന എന്താ ചെയ്യുക, ആവശ്യമില്ലാത്തതൊന്നും മദ്യമെടുക്കൂല, ആവശ്യമില്ലാത്തടത്ത് കുറേ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. ഹഉലാഇ ശുറകാഉന അല്ലദീന കുന്നാ നദ്ഉ മിൻ ദൂനിക് فألقوا إليهم القول إنكم لكاذبون. فألقوا إليهم القول إنكم لكاذبون. وألقوا إلى الله يومئذ السلم. ഓക്കെ, وألقوا إلى الله يومئذ السلم എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? അതുകൊണ്ട് ഇനി പറയുന്നില്ല. يومئذ السلم وضل عنهم ما كانوا يفترون. وضل عنهم ما كانوا يفترون. ബാക്കി
الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون ويوم نبعث في كل أمة شهيدا عليهم من أنفسهم وجئنا بك شهيدا على هؤلاء ونزلنا عليك الكتاب بيانا لكل شيء وهدى ورحمة وبشرى للمسلمين. الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون ويوم نبعث في كل أمة شهيدا عليهم من أنفسهم ويوم نبعث في كل أمة شهيدا عليهم നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ മിൻ അൻഫുസിഹിം അവിടെ മിൻ അൻഫുസിഹിം അൻഫുസ് അല്ല മിൻ അൻഫുസിഹിം وجئنا بك شهيدا على هؤلاء يعني وجئنا بك شهيدا على هؤلاء ونزلنا عليك الكتاب بيانا لكل شيء وهدى ورحمة وبشرى للمسلمين. കുറച്ചുകൂടെ إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وليبينن لكم يوم القيامة ما كنتم فيه تختلفون ولو شاء الله لجعلكم أمة واحدة ولكن يضل من يشاء ويهدي من يشاء وَلَتُسْأَلُنَّ عَمَّا كُنْتُمْ تَعْمَلُونَ. എന്താണ് ഓക്കെ إِنَّ اللَّهَ يَأْمُرُ بِالْعَدْلِ وَالْإِحْسَانِ وَإِيتَاءِ ذِي الْقُرْبَى ഓക്കെ وَيَنْهَى عَنِ الْفَحْشَاءِ وَالْمُنْكَرِ وَالْبَغْيِ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മോട് കൽപ്പിക്കുന്നത്? നീതിയായിരിക്കണം നിർവഹിക്കേണ്ടത്, സൽക്കർമ്മങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. അടുത്ത കുടുംബക്കാർക്കും അതുപോലുള്ള അവശത അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുമൊക്കെ നമ്മൾ പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. തെറ്റുകൾ കുറ്റങ്ങൾ ഇതേ തൊട്ടൊക്കെ പ്ലീസ് ചെയ്യരുത് എന്ന് തന്നെയെങ്കിലും പറയണം എന്നൊക്കെയാണ് ആ ആയത്തിലുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് ചെല്ലാം. وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون. ശ്രദ്ധിച്ചല്ലോ. ولا تكونوا كالتي نقضت غزلها. ഓക്കേ, ولا تكونوا كالتي نقضت غزلها من
بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم. ഓക്കെ, അങ്കാസൻ, അങ്കാസ ആവരുത്. മങ്ക മങ്കി എന്നൊക്കെ പറയുന്നത് പോലെ അങ്കാസൻ ഇല്ല. അങ്കാസൻ. തത്തഖിദൂന ഐമാനക്കും ദഖലൻ ബൈനക്കും അൻ തകൂന ഉമ്മത്തുൻ ഹിയ അർബാ മിൻ ഉമ്മഹ. ഓക്കെ, ഇന്നമാ യബ്ലൂകുമുല്ലാഹു ബിഹി. എങ്ങനെ? ഇന്നമാ യബ്ലൂകുമുല്ലാഹു ബിഹി وَلَيُبَيِّنَنَّ لَكُمْ يَوْمَ الْقِيَامَةِ مَا كُنْتُمْ فِيهِ تَخْتَلِفُونَ. ശ്രദ്ധിക്കണം കേട്ടോ. وَلَوْ شَاءَ اللَّهُ لَجَعَلَكُمْ أُمَّةً وَاحِدَةً وَلَكِنْ يُضِلُّ مَنْ يَشَاءُ وَيَهْدِي مَنْ يَشَاءُ وَلَتُسْأَلُنَّ عَمَّا كُنْتُمْ تَعْمَلُونَ. صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ വിഷയം അവസാനം പറയാമെന്ന് പറഞ്ഞല്ലോ. എന്താ വിഷയം? ഞാൻ നിങ്ങളെല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. സന്തോഷമല്ലേ? എൻ്റെ മോളുടെ വിവാഹമാണ് ഈ മാസം 27-ാം തീയതി ഞായറാഴ്ച പകൽ സമയത്ത് എൻ്റെ വീട്ടിൽ വെച്ച്, മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, ദുആ നന്നായി ഉണ്ടായിരിക്കണം. റാഹത്തും സന്തോഷവുമുള്ള കുടുംബജീവിതം മോൾക്കും കുടുംബത്തിനൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയും പറയണമല്ലോ. കുറേ ദൂരെയുള്ള ആളുകളുണ്ട്, വിദേശത്തുള്ള ആളുകളുണ്ട്, വരാൻ സാഹചര്യം അനുവദിക്കാത്ത തരത്തിലുള്ള ആളുകൾ പല നിലക്കും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും ദുആ ചെയ്താൽ മതി. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഖൈറായ, സന്തോഷമുള്ള, സമാധാനമുള്ള, ഇസ്സത്തുള്ള, അന്തസ്സുള്ള ജീവിതം ഈ ലോകത്തും അവിടെയും പരലോകത്തും ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം എന്ന് പറയാനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. പ്രധാനപ്പെട്ടൊരു കാര്യം അറിയിക്കാനുണ്ട്. അതോടൊപ്പം വീട്ടിലേക്ക് വരാൻ കഴിയുന്ന ആളുകൾ അവർ വരികയും വേണം. റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ട്, ഞാൻ തുറന്നു പറയുന്നു, പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി പറഞ്ഞല്ലോ ആ നിലയ്ക്ക് പോവാതിരുന്നാൽ എന്ന് വിചാരിച്ച് പ്രയാസപ്പെട്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടാക്കുന്നില്ല. പക്ഷേ സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ വന്നാൽ വലിയ സന്തോഷം. വരുന്ന ആളുകൾ ഇതും കൂടെ കേൾക്കണേ. വരുന്ന ആളുകൾ ഈ ക്ലാസ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം? പറയണം, ഞാൻ വരും, ഞാൻ വരും, ഞാൻ വരും എന്നതൊക്കെ. കാരണം നിങ്ങളവിടെ വരുമ്പോൾ നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തണമല്ലോ. അതിനുവേണ്ടി കമൻറ്റ് ബോക്സിലോ അല്ലാതെയോ എന്നെയോ നേരിട്ടോ ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങൾ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ദുആ എല്ലാവരോടും എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ഖിദ്മയിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മി വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ്
صلاة